ഹലോ സുഹൃത്തുക്കളെ, വെൽക്കം ടു AVR ഫിലിം കമ്പനി. ഞാൻ ആശൻ റോഡ്രിഗസ്. ഇന്നത്തെ പരിപാടി എന്താണെന്നറിയോ? ഞങ്ങൾ ഈ ലീവ് കിട്ടുന്ന സമയത്ത്, പഠിക്കുന്ന സമയത്ത്, ഏപ്രിൽ മെയ് മാസത്തിൽ എന്താ പറയുക, സമ്മർ ഹോളിഡേ എന്ന് പറയും. ആ സമയത്ത് ഞങ്ങൾ വീട്ടിൽ വെറുതെ എത്തില്ല, എന്തെങ്കിലും പണിക്ക് പോകണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ ഞാൻ അങ്ങനെ പോകുമ്പോൾ അവസരം ഉണ്ടായിരുന്നു. അവൻ്റെ ഒപ്പം ഞാൻ ജോലിക്ക് പോകുമ്പോൾ ചില കണ്ട കാഴ്ചകൾ, അവരുടെ ആ ഒരു ജോലിൻ്റെ ഒരു എന്താ പറയുക, ടഫ് ടഫ് എന്ന് പറഞ്ഞാൽ അത്രയും വൃത്തികെട്ട പണിയാണ്. നല്ലതുണ്ട് ഇതിന്, വൃത്തികെട്ടതുണ്ട്. കാര്യത്തിലൂടെ ഞാൻ വരാം, വാ. അപ്പോൾ AC റിപ്പയറാണ്. പുള്ളി ഒരു AC ടെക്നീഷ്യനായിരുന്നു. പുള്ളിയുടെ ഒപ്പം ഞാൻ എന്തെങ്കിലും ഹെൽപ്പിന് വേണ്ടി മുമ്പ് പോകാറുണ്ട്. ആ സമയത്ത് എന്തെങ്കിലും ഒരു പോക്കറ്റ് മണിയൊക്കെ ആവുമെന്ന് വിചാരിക്കുന്നത് പോയതാണ്. പക്ഷേ പോയി ഡേ ബൈ ഡേ റോസ്റ്റ് ഡേ ആയിട്ട് പോകുന്നു. ചില വീട്ടിലേക്ക് പോകുമ്പോൾ അവരുടെ ആ ഒരു പെരുമാറ്റം, ചിലർ നല്ലവരുണ്ട്, ചീത്തവരുണ്ട്. അതൊക്കെ ഫേസ് ചെയ്ത് ഞങ്ങളൊക്കെ മുമ്പോട്ട് പോയി. പക്ഷേ ഡേ ബൈ ഡേ ഞങ്ങൾക്കൊരു വീട്ടിൽ ഒരു AC സർവീസിങ് കിട്ടുവാണ്. അപ്പോൾ ആ സമയത്ത് 2021 സംതിങ് അങ്ങനെ. അപ്പോൾ ആ സമയത്ത് ഞങ്ങളൊക്കെ സർവീസൊക്കെ എല്ലാം ആയ ശേഷം ഇവർ ഞങ്ങളോട് പറയാണ്, അല്ല, ഞങ്ങൾക്കൊരു കോൾ വരികയാണ് അതേ ദിവസം. ഞങ്ങളുടെ ഒരു ഫ്രിഡ്ജ് ശരിയില്ല. അപ്പോൾ ഫ്രിഡ്ജ് ശരിയില്ല, നിങ്ങളൊന്ന് സർവീസ് ആക്കുമോ? ഞങ്ങൾ വീട്ടിൽ പോകുമ്പോൾ കണ്ടത് എന്താണെന്നറിയോ? ഫുഡ് മൊത്തം വീട്ടിൽ ഫുള്ള് ഫ്രിഡ്ജിലും എല്ലാം അതിൽ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ അത്രയും ലോഡായിട്ട് കഴിഞ്ഞാൽ ഗ്യാസ് മൊത്തം തീരുന്ന സാധ്യത ഉണ്ട്. അപ്പോൾ ഞങ്ങളൊക്കെ ഫ്രിഡ്ജ് മൊത്തം ക്ലീനാക്കുമ്പോൾ അതിൽ കിട്ടിയത് ഒരു വൃത്തികെട്ടതെന്ന് പറഞ്ഞാൽ, അവർ ഈ വെച്ചിട്ട് പോയ 2 മാസമായിട്ട് പോർക്ക് ഇറച്ചി ഞാൻ തൊട്ടത് പോലില്ല. ഞാനത് എങ്ങനെ പറയുന്ന അറിയത്തില്ല. അത് എങ്ങനെയായിന്ന് പറഞ്ഞാൽ മൊത്തം സ്മെല്ലായിരുന്നു വയസ്സ്. ഇവരുടെ ഒരു വിചാരമുണ്ടല്ലോ, ഇവർ ഇതൊക്കെ ചെയ്യും, എന്നിട്ട് എടുക്കാൻ ഇവർക്ക് ബുദ്ധിമുട്ടാവും. പക്ഷേ ഇവർ ഇങ്ങനത്തെ ജോലി ചെയ്യുന്ന ആൾക്കാർ ബുദ്ധിമുട്ടിക്കും. ഇത് ഇവർക്കൊന്നും പറഞ്ഞാൽ മനസ്സിലാകത്തില്ല, അതിൻ്റെ കഷ്ടപ്പാട് മനസ്സിലാകത്തില്ല. അങ്ങനെയാണ്. അപ്പോൾ ഞങ്ങൾ അത് കുറേ ഉണ്ടായിരുന്നു, കറിപാത്രങ്ങൾ അതിലുണ്ടായിരുന്നു. എല്ലാം പുറത്തേക്ക് ഞങ്ങൾ ഓർണമായിട്ട് പുറത്തിടുവാണ്. പക്ഷെ ഞങ്ങളത് നോക്കില്ല. അത് കറിയാണെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അവർ ഞങ്ങൾക്ക് 2-2:30 ആകുമ്പോൾ ഞങ്ങൾ എല്ലാം ഓക്കെ ആക്കി. എന്ന് വെച്ചാൽ മൊത്തം സർവീസൊക്കെ ചെയ്ത് ഓക്കെ ആക്കി. പാത്രങ്ങൾ അവർ വെക്കാമെന്ന് പറഞ്ഞു. ഓക്കെ, ഗ്യാസൊക്കെ ഇട്ടു, എല്ലാം ചെയ്തു. പക്ഷേ അന്ന് അവർ പറഞ്ഞത് ചോറുണ്ടാന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ എല്ലാം റെഡിയായി ഡൈനിങ് ടേബിളിൽ വരിയിരുന്നു. അപ്പോൾ അവർ ചോറ് ചൂടുണ്ടായിരുന്നു, കറി ചൂടുണ്ടായിരുന്നു. പക്ഷേ കറി ടേസ്റ്റ് ആക്കുമ്പോൾ എനിക്ക് മനസ്സിലായി അതിൽ കറി സ്മെല്ല് വന്നിട്ടുണ്ടായിരുന്നു. സെയിം സ്മെൽ ഫ്രിഡ്ജിലുണ്ടായിരുന്നു, അതേ സ്മെല്ല്. അപ്പം ഞങ്ങൾ അവിടെ പറഞ്ഞു, ഇത് സ്മെല്ല് വരുന്നുണ്ട്, എന്തുകൊണ്ട്? സ്മെല്ലോ? ഇത് ഞങ്ങൾ 3 ദിവസം മുമ്പ് ഇട്ട കറിയാണ്, മീൻ കറിയാണ്, മത്തിക്കറിയാണ്. അവർ എത്ര ഈസിയായിട്ട് പറഞ്ഞതെന്നറിയാമോ? ഞാനപ്പോൾ തന്നെ പറഞ്ഞു, എനിക്ക് മുമ്പേ സുഖമില്ല, വെറുതെ തള്ളിയിട്ടു, എനിക്ക് വേണ്ടാന്ന് പറഞ്ഞു. അയ്യോ, ഇത്തിരി ചോറിട്ട് വേസ്റ്റായില്ലേ, എന്നങ്ങനെ. നിങ്ങൾക്ക് എന്താ പറയണ്ടേന്ന് അറിയില്ല. പക്ഷെ ഞാനൊന്നും കഴിച്ചില്ല. എൻ്റെ ഫ്രണ്ട് ഇച്ചിരി കഴിച്ചു. ഞങ്ങളുടെ ഹെൽത്ത് നോക്കണ്ടേ. പക്ഷെ ഇവർ എപ്പോഴും ഇത് തന്നെയാണ്. അവരുടെ ഞാൻ ചോദിക്കുമ്പോൾ അവർ ഞാൻ ചോദിച്ചതെന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഫ്രിഡ്ജിൽ വെച്ചിട്ടാണോ? അതെ, ഞങ്ങൾ നൈറ്റ് ചൂടാക്കി ഫ്രിഡ്ജിൽ വെക്കും. നൈറ്റ് ചൂടാക്കി ഫ്രിഡ്ജിൽ വെച്ചെങ്കിൽ ഫ്രിഡ്ജിലിടാം, ചൂടുണ്ടാവല്ലോ കറിയിൽ, ചോറിൽ. അപ്പോൾ ഞങ്ങളന്ന് അവിടെ അവർക്ക് പറഞ്ഞത്, ഇങ്ങനെയൊക്കെ വെക്കരുത്, ഇങ്ങനെയൊക്കെ വെച്ചാൽ ഞങ്ങൾ ഹെൽത്തിന് ബാധിക്കത്തില്ല, നിങ്ങൾ ഹെൽത്തിന് ബാധിക്കത്തില്ല. അപ്പോൾ അവർ പറഞ്ഞൊരു സംഭവമുണ്ട്. ഞങ്ങൾ ഇപ്പോൾ അല്ല, ഒരുപാട് വർഷങ്ങളായി ഞങ്ങൾ ഇങ്ങനെ തന്നെയാണ്, ഇതുവരെ ഞങ്ങൾക്കൊന്നും സംഭവിച്ചിട്ടില്ല. നിങ്ങൾ സംഭവിക്കുന്ന വെയിറ്റ് ആക്കരുത്, നിങ്ങൾക്ക് ഓൾറെഡി സംഭവിച്ചു.
അത് നിങ്ങൾക്ക് കിട്ടത്തില്ല, അതാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ ഇവർ സമ്മതിക്കുന്നില്ല ഗൈസ്. എന്തൊന്ന് മനുഷ്യരില്ലേ. ഉഫ്. പിന്നെ ഞങ്ങൾ വേറെ ഇങ്ങനെയൊക്കെ പോകുമ്പോൾ അവിടെ അങ്ങനെ തന്നെയാണ്, ചൂടാക്കി അപ്പം തന്നെ ഫ്രിഡ്ജിൽ വെക്കുന്നത്. ഇന്ന് മനുഷ്യന്മാരാണല്ലേ. ഇതിൽ വെക്കാത്തത് ചിലർ ഇപ്പോൾ വെജിറ്റബിൾസ് ആയാലും ഉള്ളി, ടൊമാറ്റോ, പിന്നെ എന്താ ഫുഡ്, ഇതൊക്കെ വെക്കാൻ പാടില്ല. ഫ്രൂട്ട്സ് ആണെങ്കിലും ഇപ്പോൾ ബനാന, പഴം ഒന്നും വെക്കാൻ പാടില്ല. പിന്നെ ഈ ഇറച്ചി, മീൻ, പിന്നെ എന്താ ഓയിലി ഫുഡ് അങ്ങനെ വെക്കാൻ പാടില്ല. ഇങ്ങനെ സമയം നീട്ടിപ്പോയാൽ ആ മുട്ടിൻ്റെ കളർ ഡാർക്കും സ്റ്റേജിലേക്ക് പോകാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്ക് ഹെൽത്തിനെ ബാധിക്കും. ഇത് സംഭവിച്ചിട്ടുണ്ട്, ചില നാട്ടിൽ ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ചിലപ്പോൾ ഫുഡ് പോയ്സൺ ആവാൻ സാധ്യതയുണ്ട്. പിന്നെ ബാക്ടീരിയ ഗ്രോത്ത് കൂടും. ഫ്രിഡ്ജിൽ എപ്പോൾ വെച്ചെങ്കിലും അത് കോൾഡല്ലേ, അപ്പോൾ ബാക്ടീരിയ കൂടും, ഫംഗസും പെട്ടെന്ന് വരും. ഇത് ഞങ്ങൾക്ക് കാണത്തില്ല, ഇത് മൈക്രോസ്കോപ്പ് വെച്ചാൽ ചിലപ്പോൾ കാണാനുള്ള സാധ്യത ഉണ്ടാകും. പിന്നെ ഫംഗസ് കൂടുതലായിട്ടാണ് വരുന്നത്, ബാക്ടീരിയ കാലം ഫംഗസാണ് വരുന്നത്. ഇപ്പോൾ ചോറും കറിയൊക്കെ വെച്ചെങ്കിൽ ഒരു 2 ദിവസം, ചിലർ 1 മന്ത് 1 വീക്ക് വയ്ക്കാറുണ്ട് ഗൈസ്. അത് കേൾക്കുമ്പോൾ എനിക്ക് പേടിയായി. ഇവർക്ക് എങ്ങനെയാണ് കഴിക്കുന്നതെന്ന്. സമ്മതിക്കണം. പക്ഷെ അവർക്കൊരു കഴിക്കുന്നൊരു വൃത്തിയില്ല. ചിലർക്ക് വീടും ഒരുപാട് വൃത്തിയുള്ളതും വലിയ വീടൊക്കെ ആയിരിക്കും, പക്ഷേ ഇവർ കഴിക്കുന്ന ഫുഡ്, ഇവർക്ക് ജോലി ചെയ്യാൻ വേണം. ഇവർ കറി ഒരു ദിവസം വെച്ചെങ്കിൽ ഫുള്ള് കറി ചെയ്യും, എന്നിട്ട് ആ കറി കുറച്ച് എടുത്ത് അത് ചൂടാക്കി അത് ഫ്രിഡ്ജിൽ വയ്ക്കും. അത് പിന്നെ എടുത്ത് നൈറ്റ് എന്ന് വെച്ചാൽ മോർണിംഗ് ഇവർ എടുക്കും, മോർണിംഗ് എടുത്ത് ചൂടാക്കും, എന്നിട്ട് ഫ്രിഡ്ജിലിടും. ഫ്രിഡ്ജിലിട്ട് ഉച്ചയ്ക്കാകുമ്പോൾ ചോറിനാകുമ്പോൾ ഇവർ വീണ്ടും ചൂടാക്കി ഇതാക്കും. പിന്നെ രാത്രിന് വേണ്ടി പിന്നെയും ചൂടാക്കും, ഫ്രിഡ്ജിൽ വെച്ച്. എന്ത് മനുഷ്യരാണ് ഇത്. ഞങ്ങൾ കണ്ടതാണ്. ഇപ്പോൾ ഈ മീൻ, മാംസം, ഈ സംഭവങ്ങൾ നിങ്ങളും ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു കോഴിയെ കട്ടാക്കി കടയിൽ നിന്ന് ഞങ്ങൾ വീട്ടിലേക്ക് കൊണ്ടുവന്ന ശേഷം ഞങ്ങൾ ഫ്രിഡ്ജിൽ വെച്ചത് അത് വെക്കണം, ഇല്ലെങ്കിൽ അത് കേടാവും, അത് ശരിയാണ്. അപ്പോൾ എന്നിട്ട് അതിൻ്റെ വേണ്ടപ്പെട്ട വിഭവങ്ങൾ ഞങ്ങൾ അതിന് മുമ്പ് ചെയ്യുമ്പോൾ, എന്ന് വെച്ചാൽ തേങ്ങ, പിന്നെ എന്തൊക്കെ അരയ്ക്കാനുണ്ട്, ഗ്രൈൻഡ് ചെയ്യാനുണ്ട്. അപ്പോൾ ചെയ്യാനാകുമ്പോൾ ഞങ്ങൾ ഫ്രിഡ്ജിൽ വെച്ചേക്കും, പുറത്ത് വയ്ക്കാറില്ല. അപ്പോൾ കടയിൽ നിന്ന് കൊണ്ടുവന്ന ഫ്രഷ് സാധനം, ആ മാംസം, ആ ഇറച്ചി, അത് ഒരു 2 ദിവസം വയ്ക്കാം. 2 ദിവസം വയ്ക്കാം. അപ്പോൾ 3-4 ദിവസം വെച്ചെങ്കിൽ അതിൻ്റെ ടേസ്റ്റ് പോകും. അത് ഏത് ഇറച്ചിയാണെങ്കിലും മീനാണെങ്കിലും ഏതായാലും അത് അങ്ങനെയാണ്, ടേസ്റ്റ് പോകും. ഇപ്പോൾ ചിലരുണ്ട്, ഇത് ഫ്രിഡ്ജിൽ മീനുണ്ട് 1 മാസമായി, 2 വീക്കായി മീനുണ്ട്, ഇത് നാളെ ചെയ്യാം, ഇത് മറ്റന്നാൾ ചെയ്യാം, അങ്ങനെയൊക്കെ പ്ലാൻ ഉണ്ടാവും ചിലർക്ക്. ആ വെക്കേണ്ട ഗൈസ്, അങ്ങനെ വെക്കരുത്. നിങ്ങൾ വീണ്ടും പോയ്സൺ ആവുകയാണ്, നിങ്ങൾ ഫുഡ് പോയ്സൺ ആവുകയാണ്, പറഞ്ഞിട്ട് കാര്യമില്ല. ഇത് ഹാർംഫുൾ പോയ്സണായിട്ട് മാറും, ഡേഞ്ചറാണത്. അത് നിങ്ങൾക്കറിയത്തില്ല, വയറിലേക്ക് പോകുമ്പോൾ അത് മനസ്സിലാവും. വോമിറ്റോ പിന്നെ എന്തെങ്കിലും ഉണ്ടാവും അങ്ങനെ. പിന്നെ ഞാനിപ്പോൾ ഹൈ റിസ്ക് ഞാൻ എന്തുകൊണ്ട് പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഹൈ റിസ്ക് ഫുഡ്, ഇറച്ചി എന്ന് വെച്ചാൽ മാംസം, ഫിഷ്, അമ്മാതിരിയുള്ള ഐറ്റംസ്, അത് 4 ദിവസം അല്ലെങ്കിൽ 3 ദിവസം അല്ലെങ്കിൽ 4 ദിവസം അല്ലെങ്കിൽ നീട്ടി വെച്ച് കഴിക്കരുത്. ഇപ്പോൾ ചിലർ മാർക്കറ്റിൽ പോകുമ്പോൾ തിരിച്ചു വരുമ്പോൾ 3 തരത്തിലുള്ള മീൻ പിന്നെ ചിക്കനും ഒക്കെ കൊണ്ടുവരും. എന്നിട്ട് ഇന്നൊരു മീൻ ചെയ്യും, പിന്നെ നാളെ വേറൊരു മീൻ കറിയാക്കും. അപ്പോൾ ലാസ്റ്റ് എടുത്ത ഇറച്ചി അത് പോയ്സൺ ആവും, വയ്ക്കാൻ പാടില്ല. അങ്ങനെയാണത്. യു കനോട്ട് ഈറ്റ് യുവർ ഫുഡ് വിതിൻ 4 days. അങ്ങനെ. പിന്നെ വേറൊരു സംഭവമുണ്ട്, 4 hour റെഫ്രിജറേറ്റർ റൂൾ. അത് റെഫ്രിജറേറ്റർ വിൽ കീപ്പ് ഫുഡ് സേഫ് ആയിട്ട് ഫോർ 4 മണിക്കൂറും ഡ്യൂറിങ് പവർ ഔട്ടേജ്. അങ്ങനെയാണ് പറഞ്ഞു കേട്ടത്. പിന്നെ ചിലരുണ്ട്, ഈ വൈകുന്നേരം ആയാലും മീനിന് ഇച്ചിരി പൈസ കുറവാണെന്ന്. അതെന്തുകൊണ്ടെന്നറിയോ? അത് മീൻ മുമ്പേ കേടായി കൊണ്ട് വരുന്നത് കൊണ്ടാണ് അവർ അത്രയും ചീപ്പ് റേറ്റിന് കൊടുക്കുന്നത്. എന്നിട്ട് ഇവരെന്താണെന്ന് പറഞ്ഞാൽ വീട്ടിലേക്ക് ആ മീൻ കൊണ്ടുവരും, 2 ദിവസം കഴിഞ്ഞിട്ട് കറിയാക്കും. അപ്പോൾ
ഒന്ന് ആലോചിച്ച് നോക്കിയേ. പിന്നെ ഫുഡ് നല്ലതുണ്ടോ, ഫ്രിഡ്ജിൽ നിന്ന് എടുക്കുമ്പോൾ ഫുഡ് നല്ലതുണ്ടോ ഇല്ലയെന്ന് ചിലർ നോക്കാറില്ല, മണത്ത് നോക്കാറില്ല, സ്മെല്ലിട്ട് നോക്കാറില്ല. നേരെ പോയിട്ട് ചൂടാക്കുക. ചൂടാക്കിയാൽ അത് ബോയിലായാൽ ബാക്ടീരിയ ചത്തു പോകുന്നതാണ് ശരിയാണ്. പക്ഷേ അകത്തുണ്ടാകുമ്പോൾ ബാക്ടീരിയ ഉണ്ടായിരുന്നില്ല അതിൽ. അത് മനസ്സിലാക്കണം. സ്മെല്ല് ചെയ്ത് ചൂടാക്കണം. ഇപ്പോൾ ഫ്രിഡ്ജിൽ നിന്ന് എടുക്കുമ്പോൾ ചൂടുണ്ട്. അല്ല, ഇപ്പോൾ ഉദാഹരണത്തിന് ഫ്രിഡ്ജിൽ നിന്ന് ഈ ഒരു ഐറ്റം എന്ന് വെച്ചാൽ ഒരു മാംസം ഐറ്റം എന്ന് വിചാരിക്കും, ഒരു ഉദാഹരണത്തിന്. അപ്പോൾ മണത്ത് നോക്കുമ്പോൾ സ്മെല്ല് വരുന്നുണ്ട്, ഒരു ചീന്ന സ്മെല്ല് വരുന്നുണ്ട്. അപ്പോൾ ഞാൻ എന്താക്കും, ഇത് പോയി ചൂടാക്കും. അപ്പോൾ അതിൻ്റെ അർത്ഥം ബാക്ടീരിയ ഫംഗസ് ചത്തു എന്നല്ല, സ്മെല്ല് വന്നോ അത് വന്നത് തന്നെയാണ്. പിന്നെ എന്നാന്ന് പറഞ്ഞാൽ ഈ ഫുഡ് എക്സ്പയർ ആവാത്ത സംഭവങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു ഹണി, തേൻ, പിന്നെ ഉപ്പുള്ള സാധനങ്ങൾ പെട്ടെന്ന് ഇതാവത്തില്ല. തേങ്ങ വരച്ചത് ഒക്കെ ഉണ്ടായാൽ പെട്ടെന്നാണ് അതിന് മണം വരുന്നത്. പിന്നെ എന്താണെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഫുഡ് വലിയ മാത്രമല്ല ടേസ്റ്റ്. ഇപ്പോൾ ഉദാഹരണത്തിന് ഞങ്ങൾ മാർക്കറ്റിലേക്ക് കൊണ്ടുവന്ന ഫ്രഷ് മീൻ ഞങ്ങൾ വീട്ടിൽ കൊണ്ടുവരും. ഓക്കെ, ഒരു 200 രൂപയ്ക്ക് ഒരു മത്തി എന്ന് വിചാരിക്കും നിങ്ങൾ. ഓക്കെ, ഫ്രഷ് മീൻ കൊണ്ടുവന്നു, അരമണിക്കൂറിൽ നിങ്ങൾ വീട്ടിൽ എത്തി, നേരെ പോയി ഫ്രീസറിൽ വെച്ചു. ഫ്രീസറിൽ വെക്കുന്ന സമയത്ത് നിങ്ങൾ ഡോറ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് അവിടെ ഒരുപാട് ഐറ്റംസ് നിങ്ങളുടെ ഫ്രിഡ്ജിലുണ്ടെന്ന് വിചാരിക്കും. ഓക്കെ, അപ്പോൾ ചിലത് ഫംഗസ് വന്നത് ഒക്കെ ഉണ്ടാവും അതിൽ. അപ്പോൾ ഞങ്ങൾ എന്ത് വിചാരിക്കും, ഇത് മീൻ, ഇതൊന്നും ആവത്തില്ല എന്ന് വിചാരിക്കും. അങ്ങനെയല്ല. ഇപ്പോൾ എന്താണെന്ന് പറഞ്ഞാൽ പറയാം, ഒരു ഫ്രിഡ്ജ് നല്ലപോലെ ക്ലീനാക്കി സൂക്ഷിക്കുന്നത് ആരോഗ്യത്തിന് മുഖ്യമാണ്. ചോറും അത്യാവശ്യം തീരുന്നതിനും ശേഷം നല്ലപോലെ അടച്ചു വയ്ക്കുക. ഇത് സാധാരണ ഒരു 3-4 ദിവസം ഫ്രിഡ്ജിൽ സൂക്ഷിക്കുക. കറിക്കും അങ്ങനെ തന്നെ. പിന്നെ ചൂടാക്കുമ്പോഴും ആവശ്യത്തിനും മാത്രം ചൂടാക്കി ബാക്കി ഫ്രിഡ്ജിൽ തന്നെ വയ്ക്കുക. അങ്ങനെ. പിന്നെ ചിലർ നൈറ്റ് ചോറെന്നൊക്കെ ആയാൽ ഇവർ ചോറിൽ വെള്ളമിട്ട് ഫ്രിഡ്ജിൽ വെക്കും. ഫ്രിഡ്ജിൽ വെച്ച് അടുത്ത നൈറ്റോ അടുത്ത ഉച്ചയ്ക്കോ ഇവർ ചൂടാക്കും. അപ്പോൾ ആ സമയത്ത് ഫ്രിഡ്ജിൽ എന്ത് സംഭവിച്ചിട്ടുണ്ടാവും, അത് ചൂടാക്കിയ സംഭവമാണ്. ഹൈ റിസ്ക്. കാരണം അത് ചൂടാക്കിയതാണ്, അത് അപ്പം തന്നെ ഇതാവും. അതിൽ ചോറിൽ പെട്ടെന്നാണ് ബാക്ടീരിയ ഗ്രോ ആവാൻ സാധ്യത ഉണ്ട്. അതിൽ ഒരുപാട് ജാസ്തി ഉണ്ട്, അത് ഒരുപാട് കൂടുതൽ ഗ്രോ ആവാൻ ചാൻസും ഉണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് വയറിലേക്ക് പോയാൽ അത് ചിലപ്പോൾ വോമിറ്റ് വരാം, സ്റ്റമക്ക് പെയിൻ വരാം, എന്ത് വേണമെങ്കിലും വരാം, വയറുവേദന വരാം. അതൊരു ടോക്സിക് പ്രൊഡക്ഷനാണത്. അതങ്ങനെയാണ്. അത് ഏത് ചോറായാലും, വൈറ്റ് റൈസോ ബോയിൽഡ് റൈസോ ഏതായാലും അതങ്ങനെ തന്നെയാണ്. എത്ര പേര് വെക്കുന്നറിയാം അങ്ങനെ. പിന്നെ ഞങ്ങളിപ്പോൾ എന്തെങ്കിലും കറിക്ക് വിഭവങ്ങളിടുമ്പോൾ, ഇപ്പോൾ ടൊമാറ്റോ ആയാലും സവാള ആണെങ്കിൽ ഞങ്ങൾ ബാക്കി വെച്ച പാതി ഫ്രിഡ്ജിലോട്ട് വെക്കും. അപ്പോൾ എന്താവും, ഫ്രിഡ്ജിലോട്ട് വെച്ചെങ്കിൽ മോയിസ്റ്റ് എൻവയറമെൻറ്റായി മോൾഡ് ആൻഡ് ബാക്ടീരിയ മൾട്ടിപ്പിൾ റോ സർഫേസ് ആവാൻ ചാൻസ് കൂടുതലാണ്. പിന്നെ സവാള അത് പറയണ്ട, അത് ഫ്രിഡ്ജിൽ വയ്ക്കാൻ പാടില്ല, പുറത്താണ്. ചിലർ പുറത്ത് വയ്ക്കാറില്ല. അതിൻ്റെ ഫ്രിഡ്ജുണ്ടല്ലോ, ഫ്രിഡ്ജ് ഒരു അറിയത്തില്ല. അത്രയും വിവരക്കെട്ട ആൾക്കാരാണ്. സവാള, ഓണിയൻ ഫ്രിഡ്ജിൻ്റെ അകത്ത് വയ്ക്കാറുണ്ട്. പറഞ്ഞിട്ട് കാര്യമില്ല. അതിൽ പെട്ടെന്നാണ് ഫംഗസ് വരുന്നത്. പെട്ടെന്ന് വരും. പിന്നെ ഫ്രിഡ്ജിലോട്ട് വെക്കാത്ത ഒരു സംഭവമാണ് യുഗാർട്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. സ്ട്രോബെറി, ബ്ലൂബെറി, വെനില, അതിൻ്റെ അങ്ങനെ ഒരു ഉണ്ട്. പിന്നെ കെച്ചപ്പ് സോസ്, പിന്നെ മയനീസ് ഫ്രിഡ്ജിൽ വെക്കാറുണ്ട് വൃത്തികെട്ടവന്മാർ. പിന്നെ നോൺ ഡയറി ക്രീമി ഫ്ലേവേർഡ് ആ ഒരു സംഭവങ്ങൾ. പിന്നെ സോഡ, അത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ചിലർ കുറച്ചെടുക്കും, എന്നിട്ട് അവിടെ വയ്ക്കും, കുറച്ചെടുക്കും, അവിടെ വയ്ക്കും. നല്ലതല്ല. പിന്നെ ഹോട്ട് ഡോഗ്സ്, പിന്നെ ടോണിക് വാട്ടർ, പിന്നെ ചിലർ ഐസ്ക്രീമൊക്കെ വെക്കാറുണ്ട് ഡബ്ബ ഫുള്ള്.
സ്പൂൺ ഇട്ടേച്ച് ഇടും, ഇട്ടേച്ച് അവിടെ തന്നെ സ്പൂൺ ഇടും. അപ്പോൾ ഞങ്ങൾക്കറിയത്തില്ല, നിങ്ങൾക്കറിയത്തില്ല, ആർക്കറിയത്തില്ല. അതിൽ പിന്നെയും ഡേഞ്ചർ അത് കൂടിക്കൊണ്ട് വരുവാണ്. ഒരു 3 ദിവസം വെക്കാം, അധികം ദിവസം വെക്കണ്ട. പിന്നെ സലാഡിന് പെട്ടെന്നാണ് കേട്ടോ മണം വരുന്നത്. ക്രീമി സലാഡ്, പിന്നെ കുറേ ഉണ്ട്. ഇപ്പോൾ റെസ്റ്റോറൻറ്റ് അങ്ങനെയൊക്കെ പോയാൽ, റെസ്റ്റോറൻ്റ് അല്ല, ഇതിപ്പോൾ ഫ്രഞ്ച് ഫ്രൈസൊക്കെ കിട്ടുമല്ലോ, അവിടെ. പിന്നെ പിക്കിൾ എന്താണെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ചോറിന് ചിലർ കുറേ പേരിടും, എന്നിട്ട് അപ്പം തന്നെ ഫ്രിഡ്ജിലിടും. പിക്കിൾ പുറത്തിട്ടാലും ഫംഗസ് വരും, ഫ്രിഡ്ജിൽ വെച്ചാലും ഫംഗസ് വരും. അത് എന്തുകൊണ്ടെന്നറിയോ? നിങ്ങൾ അപ്പം തന്നെ അത് അടയ്ക്കണം. ചിലർ അതിൽ സ്പൂൺ അതിൽ തന്നെ വെക്കും, അതുകൊണ്ടാണ് അത് പെട്ടെന്ന് പുറത്ത് വെച്ചാൽ കേടാവുന്നത്. ഇതിപ്പോൾ സ്പൂണും അകത്ത് വെച്ചിട്ടും അങ്ങനെ വെച്ചാലും അതും കേടാണ്. ഇപ്പോൾ ഇവർ വിചാരിക്കുന്നത് ഫ്രിഡ്ജിൽ വെച്ചാൽ ഒന്നാവത്തില്ല. ഇവരുടെയൊക്കെ വിചാരമുണ്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് ഒന്നാവത്തില്ല, അത് ചൂടാക്കി കഴിച്ചാലും ഓക്കെ ആവും. പറഞ്ഞിട്ടറിയില്ല. പിന്നെ പിസ്സ അങ്ങനെയൊക്കെ നല്ലതല്ല, അൺസേഫ് ഗൈസ്, ഓൾ അൺസേഫ്. ഫ്രിഡ്ജിൽ വെക്കുന്ന സംഭവങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെ. അപ്പോൾ ഗൈസ്, തിങ്ക് ബിഫോർ യു ഈറ്റ് ഫുഡ്. ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യും, ഇഷ്ടമില്ലെങ്കിൽ അൺലൈക്ക് ചെയ്യും. അപ്പോൾ അടുത്ത വീഡിയോ അടുത്ത കണ്ടിട്ടായി കാണാം. ബൈ.